നല്ല തണുപ്പ്, നല്ല തണുപ്പല്ല, ഇത്തിരി തണുപ്പ്, വെയിലില്ലാത്തൊരു അന്തരീക്ഷം. അവിടുന്ന് എൻ്റെ കഥ തുടരട്ടെ. ഗുഡ് മോർണിംഗ്, ജെന്നി ഫ്ലവേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ വാച്ച് ചെയ്യുക. അങ്ങനെ ഈ റൂമിൽ, ആ ഒരു റൂമിൽ എത്തിപ്പെടുകയാണ്. ആ റൂമിൽ എത്തിപ്പെട്ട് ഭയങ്കര മെയ് 2-ാം തീയതി തോന്നുന്നു ഞാൻ വന്നത്. അപ്പം മെയ് ജൂണിലൊക്കെ ചൂടിൻ്റെ അങ്ങേ തലയ്ക്ക് എത്തുന്ന സമയം, ജോലിയില്ല. അപ്പം എങ്ങനെ ഭക്ഷണം കഴിക്കും? പക്ഷേ ഇന്നത് ആലോചിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണ് അതൊക്കെ തരണം ചെയ്തതെന്ന്. പക്ഷേ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായിരുന്ന ചൂടത്ത് എങ്ങനെ കിടക്കും എന്നുള്ളതായിരുന്നു. അപ്പം എന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കാരണം ഞാൻ ഒരു 20 വയസ്സുള്ളൊരു ഷൈ ആയിട്ടുള്ളൊരു പയ്യനല്ലേ. അപ്പം ഇവരൊക്കെ കിടക്കുന്നത് ഈ ടെറസിൻ്റെ മുകളിലാണ്. ഒരു ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ആ ബിൽഡിങ്ങിനുള്ളൂ. അതിനകത്ത് ആർക്കും AC ഇല്ല. അപ്പം ഇവർ രാത്രിയിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോകുമ്പം ഈ ടെറസിൻ്റെ മുകളിലേക്ക് എനിക്ക് കയറാൻ അറിയില്ല. എനിക്ക് അങ്ങനെ മരം കയറിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവരെന്നെ ഇങ്ങനെ വലിച്ച് കയറ്റിയിട്ട് അവിടെ കടത്തിയിട്ട് ഒരു തോർത്ത് നനച്ചിട്ട് മേത്തിടും. അങ്ങനെയായിരുന്നു ഞാൻ ഉറങ്ങിയിരുന്നത്. അപ്പോൾ എനിക്ക് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടായത്. കാരണം നമ്മുടെ നാട്ടിൽ വലിച്ചാച്ചൻ്റെ, മേശ്വരി എന്ന് പറയും, ചാച്ചൻ്റെ കൊച്ചുമാനായതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റ് എല്ലാവരും എനിക്ക് തന്നിരുന്നു. അപ്പം പക്ഷേ എനിക്ക് രാവിലെ പിന്നെ ഒരു കഴിക്കണ്ടേ, നമുക്ക് ഒരു മെസ്സിൽ, ഒരു ചെറിയ കഫറ്റേരിയയിൽ എനിക്ക് മെസ്സ് തുറന്നു തന്നു. അപ്പോൾ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചോറും കറിയും, രാത്രി ഇതും. അപ്പം പൈസ ഒന്നുമില്ലല്ലോ, നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ ഈ കൊണ്ടുവന്ന ആൾ അവിടെ ആക്കി. അങ്ങനെ ഭക്ഷണം ഇത് കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുവന്ന ആൾ എന്നോട് പറഞ്ഞു, ഒരു വീട്ടിൽ ചെറിയ കൊച്ചിനെ ഉച്ചവരെ നോക്കുക, അതിൽ പൈസ തരുമായിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ശരിക്കും വീട്, അമ്മ, സഹോദരങ്ങൾ, കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ഈ കരച്ചിലുകൊണ്ട് യാതൊന്നും പ്രയോജനം അവിടെ ഇല്ല. എന്നുവെച്ചാൽ പക്ഷെ കരഞ്ഞുകൊണ്ടെങ്കിലും നമ്മുടെ സങ്കടങ്ങൾ തീർത്തിരുന്നു. അങ്ങനെ ആ വീട്ടിൽ എന്നെ കൊച്ചിനെ നോക്കാൻ കൊണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പലസ്തീൻ കൊച്ച്, ഞാനവിടെ കിടന്ന് കരയും, അത്രേ എനിക്കറിയാവുള്ളൂ. അതിൻ്റെ ഭക്ഷണം ഏതാണ്ട് അവരുണ്ടാക്കുന്ന എന്തോ ഉണ്ട്, സൂപ്പ് പോലെ, അത് കോരി കൊടുക്കുക, ഉറക്കുക, അത്രേ ഉള്ളൂ. ഉച്ചയാകുമ്പോൾ അവർ വരും, ഞാൻ പോകും. ഒരാഴ്ച 2 ആഴ്ച പോയല്ലോ. അപ്പോഴത്തേ എനിക്ക് വയ്യ, എനിക്ക് അറിയത്തില്ലല്ലോ ഒന്നും. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും എന്നെ മുഹമ്മദ്ക്ക തിരിച്ചു. അവിടെ താമസം അവരുടെ കൂടെ തന്നെയാണ്. തിരിച്ച് ആ ജോലിയിൽ നിന്ന് മാറി ആ ഒരു ലൈഫ് അങ്ങ് തുടങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ എന്നെ കാരണം ഇവർ എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ആരും പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഇവരിങ്ങനെ വീടുകളിൽ പണിയെടുക്കുക, കഫറ്റേരിയ പണിയെടുക്കുക, ആ ഒരു ലെവലിൽ, അതിൻ്റെ മുകളിലൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തി അവർക്കും ഇല്ലായിരുന്നു, കൂടെയുള്ളവർക്ക്. എനിക്ക് വേറെ ആരെയും അറിയുമില്ല താനും. അങ്ങനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനോ എവിടെയെങ്കിലും കൊണ്ടാക്കാനോ അറിയില്ല. അങ്ങനെ പിന്നെ എന്നെ കൊണ്ടാക്കിയ ഒരു കഫറ്റേരിയയിൽ. ആ കഫറ്റേരിയയുടെ ഓണർ എന്ന് പറയുന്ന എന്തോ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തൊഴിൽ ചെയ്യുന്നതായിരുന്നു എനിക്ക് തോന്നുന്നത്. അവർ എന്തൊക്കെയോ ഉള്ള തൊഴിലുകൾ ജീവിക്കുന്നത്. കഫറ്റേരിയ എന്ന് പറഞ്ഞൊരു ബേസിക് ബോർഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ വേണ്ടാത്ത ബിസിനസ്സുകളൊക്കെ ആയിരുന്നു പുറകിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെ കുറേ നാൾ അവിടെ. പക്ഷേ അവിടെ ഒരു ഗുണം വെച്ചാൽ നമുക്ക് ഭക്ഷണം വെച്ചാൽ ലബനീസ് ഭക്ഷണമാണത്. അപ്പം ചോറിൽ നിന്ന് മാറി ലബനീസ്. അപ്പം അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ആ ഭക്ഷണമൊക്കെ ഇഷ്ടമായി തുടങ്ങിയത്. അങ്ങനെ അത് കഴിക്കുക. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം അദ്ദേഹം പിന്നെ അവിടെ നിന്നും എനിക്ക് മാറേണ്ടി വന്നു. അങ്ങനെ മാറേണ്ടി ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണത്. പിന്നെ ഒരു ജബീസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വഴിയിലേ പോയി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചതാണത്. അവിടെയാണ് എൻ്റെ ലൈഫിലെ വീണ്ടും ഒരു ടേണിംഗ് പോയിൻ്റ് വന്നത്. ആ കഥകൾ ഞാൻ പറയാം അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ജെന്നി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ.